ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 65ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. സാർ ISIയുടെയും CMIയുടെയും ഒക്കെ ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം റിസർച്ചിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. സാർ, എന്താണ് ISI, എന്താണ് CMI, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെ നമുക്ക് ചുരുക്കി അവതരിപ്പിക്കാൻ പറ്റും? നമ്മൾ ദേശീയ തലത്തിനപ്പുറം അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് ISIയും CMI. ഇപ്പോഴും നമ്മൾ സാറ് പറഞ്ഞ പോലെ രണ്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഓക്കെ. CMIയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഏപ്രിൽ 15 വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഏപ്രിൽ 15 വരെ സമയമുണ്ട്. മെയ് മാസം 24-ം തീയതിയാണ് 2025-26 വർഷത്തേക്കുള്ള അഡ്മിഷൻ്റെ എൻട്രൻസ് ടെസ്റ്റ് നടക്കുന്നത്. ആ ടെസ്റ്റിൻ്റെ ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ISIയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ISIയിൽ നമുക്ക് 26 മാർച്ച് വരെ അപ്ലൈ ചെയ്യാം. ISIയിൽ മാർച്ച് 26. അതിൻ്റെ പരീക്ഷ അല്പം കൂടി മുമ്പിലാണ്. ഓക്കെ. മെയ് 11-ം തീയതിയാണ് എക്സാം നടക്കുന്നത്. പിന്നെ ISIയിൽ കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമുണ്ട്. ഓക്കെ. അത് ഇപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ അല്ല. അത് ഏപ്രിൽ 4 മുതൽ മെയ് 31 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ നമുക്ക് ഒരു ആപ്ലിക്കേഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ. നമ്മൾ ഈ സ്ഥാപനങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. എസ്പെഷ്യലി നമുക്ക് CMI റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന നോൺ പ്രോഫിറ്റബിൾ, അത് പബ്ലിക് സെക്ടറിൽ നിന്നും പ്രൈവറ്റ് സെക്ടറിൽ നിന്നും അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിൽ നിന്നും ഒരുപോലെ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് റൺ ചെയ്തുകൊണ്ട് പോകുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തന്നെയുമല്ല, നമുക്ക് ഈ CMIയുടെ അലുമിനീസിന് അല്ലെങ്കിൽ CMIയിൽ നിന്ന് ഹയർ സ്റ്റഡീസിന് പോകുന്നത് കെർണൽ യൂണിവേഴ്സിറ്റി, ബെർക്കലി യൂണിവേഴ്സിറ്റി, അതുപോലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ, സ്റ്റാൻഫോർഡിൽ, ഇനി അതുപോലെ MITയിൽ, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ അവർ വളരെ പോസിറ്റീവായിട്ട് ഈ CMIയിൽ നിന്ന് വരുന്ന കുട്ടികളെ മാത്സിൻ്റെ ഒരു ഓറിയൻറ്റേഷനുള്ള 2 പ്രോഗ്രാം അവിടെ നടക്കുന്നത്. മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്, മാത്സ് വിത്ത് ഫിസിക്സും മാത്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസുമാണ് നടക്കുന്നത്. പക്ഷേ എൻട്രൻസ് എക്സാമിൽ മാത്സേ ഉള്ളതാണ്. അതാണല്ലോ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. മാത്സ് അത്ര ഡീപ്പായിട്ട്, അത്ര ഡെപ്തിൽ കണ്ടൻറ്റ്, ഏറ്റവും ഡെപ്തിൽ മാത്സിൻ്റെ കണ്ടൻറ്റ് ആവശ്യം വരുന്ന ഇന്ത്യയിലെ എക്സാമാണ് CMI. ഒരുപക്ഷെ JEE അഡ്വാൻസ്ഡിനേക്കാളും നല്ല JEE അഡ്വാൻസ്ഡിനേക്കാളും എന്തുകൊണ്ടും ടഫായിട്ടുള്ള എക്സാമാണ്. JEE അഡ്വാൻസ്ഡിനും അപ്പുറമുള്ള ഒരു മാത്സ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മാത്സ് കണ്ടൻറ്റ് നോളജ് ഡെപ്തിൽ തന്നെ ഉണ്ടായെങ്കിൽ ഇത്, കാരണം നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ ക്വാളിഫൈ ചെയ്യുന്നവരുടെ എണ്ണം നമുക്കറിയാം 1-2 പേരൊക്കെയാണ് സാധാരണ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും സിറ്റുവേഷൻ. സാർ, എത്ര സീറ്റുകൾ കാണും അവിടെ ഈ ഒരു CMIയിൽ? അവിടെ സീറ്റുകൾ 2 ബാച്ചാണ്. 2 ബാച്ചിലാണ് 50 സീറ്റുകൾ വീതം 2 ബാച്ചിലാണ്. ഫിസിക്സ് വിത്തും പിന്നെ കമ്പ്യൂട്ടർ സയൻസ് മാത്സുമാണ് വരുന്നത്. അപ്പോൾ അവിടെ ഈ ഇത് കൂടാതെ ഒളിമ്പിയാഡ് വഴി, ഒളിമ്പിയാഡിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അവർക്ക് എൻട്രൻസ് എക്സാം ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ വഴി നേരിട്ട് കൊടുക്കുന്നു. ഇത് നമ്മൾ ഒരു കമ്പാരിസൺ രീതിയിൽ നമ്മൾ ISIയിലേക്ക് പോവുകയാണെങ്കിൽ ISIയിലും 2 പ്രോഗ്രാമാണുള്ളത്. BSDS നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞത് പുതിയ പ്രോഗ്രാമാണ്. 2 പ്രോഗ്രാമാണ്. ഒന്ന് BSTATും മറ്റൊന്ന് BMATുമാണ്. BSTAT കൊൽക്കത്തയിലും BMAT ബാംഗ്ലൂരുമാണ് നടക്കുന്നത്. കൊൽക്കത്തയും ബാംഗ്ലൂരുമാണ്. ഈ BSTAT പ്രോഗ്രാമിനും BMATനും സീറ്റുകളുടെ എണ്ണം 63 സീറ്റ്, ടോട്ടൽ 63 സീറ്റും പിന്നെ 16 സീറ്റ് ഗേൾസിന് വേണ്ടി സൂപ്പർ ന്യൂമറി ആയിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. CMIയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ISIയിലേക്ക് വരുമ്പോൾ ഒരു 16 സീറ്റ് സൂപ്പർ ന്യൂമറിയും പിന്നെ ഒരു 5 സീറ്റ് ഒളിമ്പിയാഡ് ക്വാളിഫയർ. അതായത് ഇവിടെ വേണ്ടത് ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ INMO, മറ്റേത് ഇൻ്റർനാഷണൽ IMOയുടെ ട്രെയിനിങ് പ്രോഗ്രാമിന് പങ്കെടുത്തവർക്കാണ് CMIയിലുള്ളത്. അത് മാത്സും ഉണ്ട്, ഫിസിക്സും ഉണ്ട്, അസ്ട്രോണമിയും ഉണ്ട്. ഇവിടെ INMO ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ INMO ഉള്ളവർക്കാണ് 5 സീറ്റ് മാറ്റി വെച്ചിരിക്കുന്നത്. അത് BMATനും ഉണ്ട്, BSTATനും ഉണ്ട്. അതുപോലെ 16 സീറ്റ് വീതം ഗേൾസ് സൂപ്പർ ന്യൂമറിയും ഈ പറഞ്ഞ 2 പ്രോഗ്രാമിനും ഉണ്ട്, ലഭ്യമാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും നമുക്ക് ഹൈലൈറ്റിംഗ് ആയിട്ട് പറയാവുന്നൊരു കാര്യം, CMIയിലെ ഒരു സെമസ്റ്ററിന് 1.25 ലക്ഷം രൂപ ഫീസുണ്ട്. അല്ലെങ്കിൽ ഒരു വർഷം 2.5 ലക്ഷം രൂപ എന്ന് പറയാം. IITക്കൊപ്പം എന്ന് പറയാം. പക്ഷേ ISIയിൽ
നമ്മൾ ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ടതെന്ന് തന്നെയല്ല 5000 രൂപ മാസം സ്റ്റൈപ്പൻ്റായിട്ട് ഇങ്ങോട്ട് കിട്ടും. ഫിനാൻഷ്യലി എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി ആയിട്ട് നമുക്ക് പറയാം. പിന്നെ അതുകൂടാതെ കണ്ടിൻജൻസി ഒരു വർഷത്തിലെ കണ്ടിൻജൻറ്റ് ഫണ്ട് വേറെ നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം നമുക്ക് പറയാവുന്നത്. CMI നമ്മളിങ്ങനെ പറയുമ്പോഴും അവിടെ കുറേ അധികം പിള്ളേർക്ക് ഫീ വേവിയറും സ്കോളർഷിപ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ കോർപ്പറേറ്റ് ഫണ്ടും ഒക്കെ നല്ല രീതിയിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് അങ്ങനെ കുറേ മാനേജ് ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് 5000 രൂപ വീതം മാസം കിട്ടുന്ന 2 പ്രോഗ്രാമാണ് ഈ BMATും BSTATും. അതേസമയം BSDS ഇങ്ങനെയൊന്നും അല്ല. ISIയിലാണെങ്കിൽ പോലും ബാച്ചലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ് നമ്മൾ രണ്ടാമത് സൂചിപ്പിച്ച പ്രോഗ്രാമുണ്ട്, പുതിയ കോഴ്സ് എന്ന് പറയുന്നത്. അതൊരു 4 ഇയർ ഓണേഴ്സ് പ്രോഗ്രാമാണ്. ഓക്കെ, അത് വേണമെങ്കിൽ ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 5 ഇയർ മാസ്റ്റേഴ്സ് പ്രോഗ്രാമായിട്ട് MS ആയിട്ട് മാറ്റിയെടുക്കാം. ഇനി അതല്ലെങ്കിൽ 3 ഇയർ 3 വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ഓപ്ഷനും ഉണ്ട്. അതായത് ഡിഗ്രി പോലെ മൾട്ടിപ്പിൾ എക്സിറ്റ് ഉണ്ടെന്നുള്ള വേണേൽ പറയാം. 3 ഇയർ കഴിയുമ്പോൾ ഡിഗ്രി ആയിട്ട് തന്നെ ഇറങ്ങിപ്പോകാൻ പറ്റും. അവിടെ പെർ സെം 1 lakh ഫീസ് ഉണ്ട്. അവിടെ ഫീസ് ഉണ്ട്, അവിടെ 1 ലക്ഷം രൂപ ഫീസുണ്ട്. അത് ആ പ്രോഗ്രാം 3 സെൻറ്ററുകളിലുണ്ട്. കൊൽക്കത്തയിലുണ്ട്, ഡൽഹിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. 3 സെൻറ്റർ 50 സീറ്റ് വീതം എല്ലായിടത്തും ഉണ്ടാവും. 50 സീറ്റ് വീതം ഉണ്ട്, ഈ 3 ഉണ്ട്. 1 ലക്ഷം രൂപ വീതം പെർ സെമസ്റ്റർ ഫീസ് വരുന്നു. അതിൻ്റെ എലിജിബിലിറ്റി, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ BMAT BSTATന് നമ്മളിപ്പം നേരത്തെ എക്സാമിൻ്റെ കാര്യം പറഞ്ഞു, ആ എക്സാമിൻ്റെ ബേസിലാണ് ഈ വർഷം അവർ ഇൻ്റർവ്യൂ ഇല്ല എന്നൊരു അറിയിപ്പാണ് തന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എത്രമാത്രം ക്ലിയർ ആണെന്നുള്ള എങ്കിലും ഇല്ല എന്നുള്ളൊരു അറിയിപ്പാണ് കിട്ടിയിരിക്കുന്നത് നിലവിൽ. പിന്നെ പക്ഷേ അതേസമയം BSDS പ്രോഗ്രാമിന് 2 ചാനൽ അഡ്മിഷനുണ്ട്. ഒന്ന് CUET അല്ലെങ്കിൽ അടുത്ത് JEE Main. CUET 2024-ലെയോ 2025-ലെയോ സ്കോർ മതി. ഓക്കെ, അതുപോലെ തന്നെ JEE Mainും 2024-ലെയോ 2025-ലെയോ സ്കോർ മതി. ഈ 2 രീതിയിലും ആണ് അവിടെ അഡ്മിഷൻ നടക്കുന്നത്. അല്ലാതെ വേറെ ഇതിനു വേണ്ടി ഒരു എൻട്രൻസ് ടെസ്റ്റ് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ISIയിൽ അഡ്മിഷൻ കിട്ടാൻ ഒരുപക്ഷെ ഏറ്റവും എളുപ്പം ഈ പറഞ്ഞ BSDS ആയിരിക്കും. BSDS ആകും. അന്നേരം BSDS പ്രോഗ്രാം ഒരിക്കലും നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമില്ല. പക്ഷേ ഫീസ് ISIയുടെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ ഫീസ് ഇച്ചിരി ഉണ്ട്. ഉണ്ടാകും. കുറേ ഈ ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന് 5000 തരുമ്പോൾ മാസ്റ്റേഴ്സിനൊക്കെ 8000 രൂപയാണ് സ്റ്റൈപ്പൻഡ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ. അതുപോലെ ഹോസ്റ്റൽ ഫീസ് എനിക്ക് തോന്നുന്നത് ഒരു 300 രൂപ വരുന്നുള്ളൂ, അത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും ചീപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം പുതുതായിട്ട് വന്നപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഫീസ് ഉണ്ടെന്നുള്ളൂ. പക്ഷേ പ്രോഗ്രാം നല്ലതായിരിക്കും തന്നെ നമുക്ക് ബ്രാൻഡ് വാല്യൂ നമുക്ക് പ്രതീക്ഷിക്കാം. സാർ, ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ഒരു സിറ്റുവേഷനിലേക്ക് വരുവാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് BTechനാണ്. കാരണം പെട്ടെന്ന് പ്ലേസ്ഡ് ആകാൻ, പെട്ടെന്ന് നല്ലൊരു സാലറി ഒക്കെ കിട്ടും എന്നുള്ളതാണ് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അതേസമയം ഇങ്ങനെയുള്ളൊരു റിസർച്ച് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സംശയമുള്ളത് ജോലി വല്ലതും കിട്ടുമോ, പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, ഇനി എന്തായിരിക്കാം മറ്റ് ഹയർ സ്റ്റഡീസോ അല്ലെ ഹയർ ഓപ്ഷൻസ് എന്തൊക്കെയായിരിക്കും, എന്താണ് ഈ ഒരു CMI ISI സംബന്ധിച്ച് ഒരു പ്ലേസ്മെൻറ്റ് ആംഗിൾസ് ആണ് പറയാനുള്ളത്? 2 പ്ലേസ്മെൻ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, CMIയിൽ പ്ലേസ്മെൻറ്റ് ഉണ്ടെന്ന് പറയുമ്പോഴും കൂടുതൽ കുട്ടികളും ഹയർ സ്റ്റഡീസിന് പോയാണ് കാണുന്നത്. CMIയിൽ അബ്രോഡ് ഞാൻ നേരത്തെ കുറേ യൂണിവേഴ്സിറ്റി സൂചിപ്പിച്ചു, അവിടെയൊക്കെ CMI എന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ അവർക്ക് ഫ്രാൻസിലെ ENS ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അവർക്ക് കൊളാബറേഷൻ ഉണ്ട്. അവിടെ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്, ഫാക്കൽറ്റി എക്സ്ചേഞ്ച് ഉണ്ട്, അവിടെ ഇൻറ്റേൺഷിപ്പിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ കുട്ടികൾ പോകുന്നുണ്ട്. അത് മാസിന് വേൾഡിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ഇവർക്കൊരു റിസർച്ച് ഓറിയൻറ്റേഷൻ പൊതുവേ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. മാസത്തിലൊരു ഹയർ സ്റ്റഡീസിനുള്ള താല്പര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ പേരും ഹയർ സ്റ്റഡീസ് ഓപ്റ്റ് ചെയ്യുന്നു. പക്ഷേ പ്ലേസ്മെൻറ്റ് അവർ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അല്ലെ കുട്ടികൾ അത് ഓപ്റ്റ് ചെയ്യാതെ ഹയർ സ്റ്റഡീസിന് പോകുന്നതായിട്ടാണ് നമ്മൾ പ്ലേസ്മെന്റ് കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല, വേണമെങ്കിൽ പ്ലേസ്മെന്റ് ഉണ്ടാവും. ആ ഒരു അവിടുന്ന് കുട്ടികളെ എടുക്കാൻ കമ്പനികൾക്ക് താല്പര്യമാണ് താല്പര്യം. കാരണം ഡാറ്റാ സയൻസും കമ്പ്യൂട്ടർ ഫീൽഡും ആവശ്യമുണ്ട്. പിന്നെ ISIയിലേക്ക് വരുമ്പോൾ അവിടെയും ഈ പറയുന്ന പ്രോഗ്രാമുകളിൽ മാസ്റ്റേഴ്സ് ഉണ്ട്. എക്കണോമിക്സ് റിലേറ്റഡും സ്റ്റാറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം എല്ലാം ഉണ്ട്. എങ്കിലും ISIയിൽ നിന്ന് നല്ല ശതമാനം കുട്ടികൾ, ഒരുപാട് കുട്ടികൾ പ്ലേസ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഹൈ പാക്കേജാണ്, 20 ലക്ഷം രൂപ റേഞ്ചിലുള്ള പാക്കേജിൽ കുട്ടികൾക്ക് കിട്ടിപ്പോകുന്നുണ്ട്. ISI ഇന്ത്യയിലെ ഒരു പൈനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 94 വർഷത്തെ ഒരു പാരമ്പര്യം പറയാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ISI. അപ്പോൾ അവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്ലേസ്മെൻറ്റ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്ന ISIയിലെ കുട്ടികളാണ് CMIയേക്കാളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സർ, ഈ ISIക്കും CMIക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിൻ്റെ എക്സാം പാറ്റേണിൻ്റെ കോംപ്ലിക്കേഷനാണ്. ക്വസ്റ്റ്യൻ തന്നെ കൺഫ്യൂസിങ് ആണ്, അതുകൂടാതെ പാറ്റേണും കൺഫ്യൂസിങ് ആവുന്നൊരു സിറ്റുവേഷനാണ്. സാർ എന്താണ് അവിടുത്തെ ഒരു ശരിക്കുള്ള സാഹചര്യം? എങ്ങനെ പഠിക്കണം ISIക്കും CMIക്കും? രണ്ടിടത്തെ എക്സാമിന് 2 ലെവൽ അല്ലെങ്കിൽ 2 പേപ്പറുകളും നമുക്ക് പറയാം. ആദ്യത്തെ പേപ്പർ ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ രണ്ടാമത്തെ പേപ്പർ വാല്യൂ ചെയ്യുള്ളൂ. അങ്ങനെയാണ്. ഇപ്പം നമ്മൾ CMIയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ 2 പേപ്പറും ഡിസ്ക്രിപ്റ്റീവാണ്. രണ്ടും ഡിസ്ക്രിപ്റ്റീവാണ്. അതിനകത്ത് ഫസ്റ്റ് പേപ്പറിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 4 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻ, അപ്പോൾ 40 മാർക്ക്. 40 മാർക്കാണുള്ളത്. ഇത് ക്ലിയർ ചെയ്തെങ്കിലാണ് രണ്ടാമത്തെ പേപ്പർ വാല്യൂ ചെയ്യുള്ളൂ. ഇത് ക്ലിയർ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു 20 മാർക്കൊക്കെ കിട്ടിയാൽ കട്ട് ആ ഒരു റേഞ്ചിൽ വന്നാൽ പോലും ഒരു കട്ട് ഓഫ് മാർക്കായിട്ടൊക്കെ കാണാറുണ്ട്. ഈ രണ്ടാമത്തെ പേപ്പർ ഇത് രണ്ടും കൂടെ 3 മണിക്കൂറാണ് സമയം വരുന്നത്. രണ്ടാമത്തെ പേപ്പർ 10 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യനാണ്. അപ്പോൾ 60 മാർക്ക്. 60 നേരത്തെ 40 കൂടുമ്പോൾ ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഈ 60-ൽ ഒരു 30-ന് മുകളിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ക്വാളിഫയിങ് മാർക്കായിട്ട് പരിഗണിക്കുന്നത്. കാരണം ആ ഒരു ലെവലിലുള്ള മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ വരുന്നത്. ഇനി അത് ISIയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ലെവലിലാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് MCQ ആണ്. CMI രണ്ടും ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. ISI വന്നപ്പോൾ ആദ്യത്തെ ലെവൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അത് 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 30 ക്വസ്റ്റ്യന് 4 മാർക്ക് വീതം. അപ്പോൾ 120 മാർക്കാണ് മാക്സിമം സ്കോർ ചെയ്യാവുന്നത്. അതിൽ ആൻസർ റോങ് ആണെങ്കിൽ 0 മാർക്ക്. അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യന് 1 മാർക്ക്. അതായത് മറ്റ് എക്സാമുകൾക്കൊന്നും ഇല്ലാത്തൊരു പാറ്റേൺ അവിടെ നമുക്ക് കാണാൻ ഒരു പ്രത്യേകത അവിടെയുണ്ട്. അങ്ങനെ അവിടെ ആകെ 120 വരെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ്. അത് 8 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യന് 10 മാർക്ക് വീതം. അപ്പോൾ അങ്ങനെ 8 × 10 80 മാർക്കായി. ആദ്യത്തെ 120ഉം ഈ 80ഉം കൂടെ വരുമ്പോൾ 200 മാർക്കാണ്. ഇതിനും ആകെ 3 മണിക്കൂർ. ഇത് 2 സെഷനായിട്ടായിരിക്കും നടക്കുന്നത്. 3 മണിക്കൂർ ടൈമാണ് ഇതിനും അലോട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടും മാത്സിൻ്റെ നല്ല ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. CMI ആണ് കുട്ടികൾ അല്പം കൂടി ടഫായിട്ട് പറയുന്നത് പൊതുവെ. പൂർണ്ണമായും ഡിസ്ക്രിപ്റ്റീവ് ആയതുകൊണ്ടാണ് ഒരുപക്ഷെ അങ്ങനെ വിലയിരുത്താൻ വരുന്നത്. റിസർച്ച് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ISIയും CMIയും. എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്, പഠിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. ജോബി സാർ ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. വിദ്യാർത്ഥികൾക്ക് മികച്ച റിസർച്ച് അവസരങ്ങൾ നൽകുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതും വളരെ സിമ്പിളായ ടേംസിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.